ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പെറ്റൂണിയുടെ അൺബോക്സിംഗ് ആണ്. പെറ്റൂണിയ മാത്രമല്ല, ഡബിൾ പെറ്റൽ ബോൾസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പ്ലാന്റും എൻ്റെ അടുത്ത് ഇല്ലാത്ത പ്ലാന്റ്സ് ആയിരുന്നു. പെറ്റൂണിയ ഒരു 7ാമത്തെ പ്രാവശ്യമാണ് വാങ്ങിക്കുന്നത്. പെറ്റൂണിയോടുള്ള അത്ര ഇഷ്ടം കാരണമാണ് പിന്നെയും വാങ്ങണത്. മറ്റേതൊക്കെ സീഡ് ഇട്ടിട്ട് പാകിയിട്ട് ഉണ്ടാക്കാമല്ലോ, ഇത് അങ്ങനെയും പറ്റില്ല. ഇത് പ്ലാന്റ് തന്നെ വാങ്ങിക്കണം. 150 ഒക്കെ റേറ്റ് വരുന്ന തരത്തിൽ ഞാനിപ്പോൾ 7ാമത്തെ പ്രാവശ്യം അത് വാങ്ങിയിട്ട് പൂക്കളൊക്കെ നിറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ എവിടെയെങ്കിലും പോയി വരുമ്പോഴാണ് അത് പ്ലാന്റ് വാടി നിൽക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയായി കിട്ടില്ല. പക്ഷേ അതിനോടുള്ള അത്ര ഇഷ്ടം കാരണം പിന്നെയും വാങ്ങിക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ട് തന്നെ മിക്കതും കിട്ടാറ് പ്ലാന്റ്സ്. പക്ഷേ എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. ഇനി നന്നായി ശ്രദ്ധിക്കണം. കുറേയൊക്കെ നമ്മൾ ഫംഗിസൈഡൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലും എന്തായാലും തളിച്ച് കൊടുക്കണം. അതിന് മടിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒന്നും ചെയ്യാനും തോന്നില്ല. പ്ലാന്റ്സ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആവും. കാരണം ഡബിൾ പെറ്റൽ ബോൾസ് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ്സ് അല്ലേ. നല്ല റേറ്റ് ആയിരുന്നു. ഞാൻ 150 ആവുന്നത് വരെ വാങ്ങിക്കാതിരുന്നു. ആ റേറ്റിൽ തന്നെയാണ് കുറേ പ്രാവശ്യം വാങ്ങിച്ചിട്ട് 5 പ്രാവശ്യമൊക്കെ ആ റേറ്റിൽ തന്നെ വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ 100 ആയിട്ടും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഡബിൾ പെറ്റൽ ബോൾസത്തിൻ്റെ റെഡ് വൈറ്റ് ഉണ്ടായിരുന്നില്ല, അതും വാങ്ങിച്ചു. റെഡും വാങ്ങിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ എല്ലാ പ്ലാന്റ്സും ഒറ്റ പ്രാവശ്യത്തിലൊന്നും ചിലപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടാറില്ല. നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ പിന്നെയും വാങ്ങിച്ചിട്ട് നമ്മളത് പിന്നെയും എങ്ങനെയും പിടിപ്പിച്ചെടുക്കാൻ നോക്കും. ഡബിൾ പെറ്റൽ ബോൾസത്തിനോട് അത്ര ഇഷ്ടം ഉണ്ടാവുകൊണ്ട് പിന്നെയും വാങ്ങിച്ച് ഹെൽത്തി വരാനും നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ ഇനി ഫംഗിസൈഡ് അടിക്കാൻ എല്ലാതും അസുഖം വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുക. ഇനി ഓരോ ചെടികൾക്കും അതെ, റോസിന് അടുത്താഴ്ച ഫംഗിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പോഴേക്കും അതിന് അസുഖം വരും. നമ്മൾ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ അടുത്തുള്ള നാടൻ വേപ്പെണ്ണ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമ്മളെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ശ്രദ്ധ ഇല്ലാഞ്ഞിട്ടാണ്. നമുക്ക് ചെടികളോട് ഇഷ്ടമാണ്, പക്ഷേ ഇടയ്ക്ക് നമ്മളതൊന്ന് ശ്രദ്ധ വിട്ടു പോകുമ്പോഴാണ് നമ്മളെ ചെടികൾക്ക് ഇങ്ങനെ സംഭവിച്ചു വരുന്നത്. എല്ലാവർക്കും ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരെയും നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇത്ര തവണയൊക്കെ എല്ലാവരും വാങ്ങിച്ചോ എന്നറിയില്ല. വാങ്ങിച്ചവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.